LBS being a women's college, അകത്ത് നമുക്ക് കമ്പാരിസൺ മെട്രിക്സ് ഇല്ല. ബട്ട് വൺ തിങ് ഡെഫിനറ്റ്ലി വി ട്രൈ ടു ചെക്ക് ഇസ് ഇഫ് ക്യാമ്പസിനകത്തുള്ള ഗേൾസ് പുറത്തുള്ള ജനറൽ ആക്ടിവിറ്റീസിൽ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓർ പുറത്ത് നടക്കുന്ന ഹാക്കത്തൺസിനൊക്കെ LBSൽ നിന്ന് എത്ര പേര് അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, ഒരു ജനറൽ ക്രൗഡിന്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. നോട്ട് എ വി ആർ എൻകറേജിങ് കോമ്പറ്റീഷൻ, ബട്ട് ഗിവൺ ദ സെയിം ഒരു ജനറൽ ക്രൗഡിന്റെ അടുത്ത് അവർ എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്നുള്ളത് ഇതുവരെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? എനിക്കൊന്ന് TinkerHub ഏറ്റവും കൂടുതൽ അലൈൻ ചെയ്ത് പോകുന്നത് നമ്മുടെ ക്യാമ്പസിലാണെന്ന് തോന്നുന്നു. ലൈക്ക് അത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആകാറുണ്ട്. നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ഒരു ഹോൾ വൈബ് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഗേൾ വൈബ് ആക്ച്വലി നമുക്കവിടെ വരുന്നുണ്ട്. TinkerHub ഒരു മെയിൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നതും ഗേൾസിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളതാണല്ലോ. ഏറ്റവും നമ്മുടെ ക്യാമ്പസിൽ നല്ല പോസിബിൾ ആണ്. പിന്നെ ബാക്കിയുള്ള വെച്ച് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ നല്ല മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ക്യാമ്പസിലുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആണ് അക്കാര്യത്തിൽ മുന്നോട്ട് വരാൻ ധൈര്യം. നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് ഇങ്ങനെ ഒന്ന് ചോദിക്കുമായിരുന്നു, സ്പേസ് കാർണിവലിൽ നിങ്ങൾ പോകുന്നുണ്ടോ, ഞങ്ങൾ കൂടെ വരട്ടെ, അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ഐ ഗെസ് അവിടുന്ന് ഒരു 10 പീപ്പിൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്പേസ് കാർണിവലിൽ. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ടിങ്കർ സ്പേസ് കാണാൻ അല്ലെങ്കിൽ ടിങ്കർ സ്പേസിൽ എന്താണ് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ്. നിങ്ങളുടെ ടിങ്കറാക് സ്റ്റോറീസ് ആയിരിക്കാം മേ ബി നിങ്ങളുടെ ക്യാമ്പസിലുള്ള ബാക്കി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഹാക്കത്തൺ ഓഫ് ദാറ്റ് സോൺ. നിങ്ങളുടെ എല്ലാവരുടെയും പെർസ്പെക്റ്റീവില് വാട്ട് ഇസ് എ കമ്മ്യൂണിറ്റി? മേ ബി ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരിക്കും ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സംസാരിക്കാൻ പറ്റണം. ഈവൻ ഒരിക്കലും ഒരു ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റണം. കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം, ലോകത്തെ പറ്റി സംസാരിക്കാൻ പറ്റണം, കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം. TinkerHubന്റെ ഏത് ഇവന്റ് ഓഫ്ലൈൻ ആയിട്ട് നടത്തിയതായാലും നമ്മൾ അവിടെ പോയതിൻ്റെ ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഉടനെ എണീച്ച് പോകത്തില്ല. വി ഡിസ്കസ് അബൌട്ട് ഇറ്റ്. അതിൻ്റെ ഫീഡ്ബാക്സ് ആയാലും അപ്പോൾ അവിടെ വെച്ച് ചോദിച്ചിട്ട് നമ്മൾ ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. TinkerHub കുറച്ചും കൂടെ വൈബുണ്ട്. ഇപ്പം ഞാൻ കയറിയ സമയത്ത് തന്നെ ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു, ദിസ് ഈസ് എ കമ്മ്യൂണിറ്റി നോട്ട് എ ക്ലബ്. എൻ്റെ കേസിലാണെങ്കിലും കുറേ ആൾക്കാരെ പരിചയപ്പെട്ടത് ഇവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്നുണ്ട്. എനിക്കൊന്നും ഞാൻ ആക്ച്വലി ഇപ്പം TinkerHubൽ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് ഇത്രയും നോക്കൂല. How will you define your campus community in a word? I think it's growing. Community develop ആയിക്കൊണ്ടിരിക്കുകയാണ്. Hi everyone, welcome to another episode of Campus of the Month series. ഈ മന്തിലെ Campus of the Month ആയിട്ട് സെലക്ടഡ് ആയിട്ടുള്ളത് പൂജപ്പുര LBS Institute of Technology for Women ആണ്. And today the entire core team is with us. So let's start with നിങ്ങളുടെ എല്ലാവരുടെയും introductions. സോ എൻ്റെ പേര് അൽക്ക ദേവി, ഞാൻ ലേണിംഗ് കോർഡിനേറ്റർ ആണ്. ഓക്കെ, എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ ക്യാമ്പസ് ലീഡാണ്. എൻ്റെ പേര് ദേവി ചന്ദ്രൻ, ഞാൻ ഫസ്റ്റ് ഇയർ കോർഡിനേറ്ററാണ്. ഹായ്, എൻ്റെ പേര് നേഹ ജോബി, ഞാൻ പിറ്റ് ലീഡാണ്. ഹായ്, എൻ്റെ പേര് അർപ്പിത, ഞാൻ ആർക്കേശ്രീ. TinkerHubൽ ഈ വർഷത്തെ ക്യാമ്പസ് ചാപ്റ്റേഴ്സിലെ 2 വിമൻ ഓൺലി കോളേജസിലെ ഒന്നാണ് LBS. Given the same, LBSന്റെ ഫസ്റ്റ് ഇയർ ഓഫ് TinkerHub campus community alike has been there for a while now and it has been an active chapter. So tell us a bit about LBS. എന്താണ് LBSനെ പറ്റി പറയാനുള്ളത്? LBSന്റെ കേസ് എടുക്കുവാണെങ്കിൽ ബാക്കി ഒരു 70+ ക്യാമ്പസസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രസൻസ് കുറച്ച് കുറവാണ്. ഈവൻ നമ്മളൊരു ഹാഫ് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ പോലും നമ്മുടെ വിമൻസ് ഒള്ളിയാണ്, അതൊരു വലിയ ഫാക്ടറാണ്. നമുക്ക് കമ്മ്യൂണിറ്റിയുടെ പ്രസൻസ് കുറച്ച് കുറവാണ്. ലൈക്ക് ആ ഒരു 50+ ക്ലബ്ബ് നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ആ ക്ലബിനൊന്നും ഒരു കമ്മ്യൂണിറ്റിയോട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ ആക്ച്വലി TinkerHubൽ ഞാൻ കയറുമ്പോഴേ എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ലൈക്ക് ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ ക്യാമ്പസ് ലീഡർ ഇപ്പം ആകുന്നത്. നമ്മൾ ചായ പബ്സിനൊക്കെ വന്നപ്പം നമുക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ചായ പബ്സൊക്കെ കഴിഞ്ഞ് കോളേജ് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ശരിക്കും വാച്ച് ചെയ്യാൻ തുടങ്ങി. കാര്യങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ ഇതാണ് ഇവിടെ വേണ്ടത്. ഇപ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആക്ച്വലി ഇവിടെ ഫസ്റ്റ് ചായ പബ്സിന് വന്നപ്പം കുര്യൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നമ്മളൊരു ചായ കുടിക്കാൻ പൊക്കോട്ടെ എന്നുള്ള ലാഘവത്തോടെ മറ്റേ ലൈക്ക് നമുക്ക് ഇന്ന കാര്യം ചെയ്യാം, നമുക്ക് ഇന്നിത് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ ഒരു കാര്യമാണ്, ആ ഒരു എക്സാക്ട് സാധനമാണ് ഞാൻ അവിടെ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു, ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ക്യാമ്പസിനെ പറ്റി കുറച്ചും കൂടെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റബിൾ അല്ല ഒരു ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാമ്പസ്. വിമൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി മെജോറിറ്റി കോളേജസ് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഇറ്റ്സ് എ ജനറൽ ക്രൗഡ്, ലൈക്ക് ബോത്ത് ജെൻഡേഴ്സ് ഉണ്ട്. ബട്ട് LBSൽ how is it different? Do you, I mean, നിങ്ങൾക്ക് comparison metrics ഉണ്ടാവില്ല, but you might be having friends across ബാക്കി colleges as well. But it's a girl community ആണെന്നുള്ളതെല്ലാം വോക്കലി കേൾക്കുന്നുണ്ട് എങ്കിലും
how will you define your എന്താ പറയുക ആ community of women? Is it actually existing within your campus, or how is it different from മറ്റേത് engineering or arts and science college for that matter? ഇപ്പം നമ്മുടെ വിമൻസ് ഓൺലി ആയതിന്റെ പ്രോസും കോൺസും നമുക്ക് ആക്ച്വലി ഉണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ പ്രോസ് ആണ് അവിടെയുള്ള നമ്മൾ വേറെ കോളേജിലെ ഈവൻ മെന്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ക്യാമ്പസിൽ നിന്നാണ് കൂടുതലും ഗേൾസ് മെന്റേഴ്സ് വരാറ്. അപ്പൊ ആക്ച്വലി ടിങ്കർഹബിന്റെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ടിങ്കർഹബ് ഏറ്റവും കൂടുതൽ അലൈൻ ചെയ്ത് പോകുന്നത് നമ്മുടെ ക്യാമ്പസിനാണെന്ന് തോന്നുന്നു. ലൈക്ക് അത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആകാറുണ്ട് നമ്മുടെ കാര്യങ്ങളും. നമ്മുടെ ഒരു ഹോൾ വൈബ് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഗേൾ വൈബ് ആക്ച്വലി നമുക്കവിടെ വരുന്നുണ്ട്. ഇപ്പം പറയാനാണെങ്കിലും ഇപ്പോൾ ഹാക്കത്തോൺ ആണെങ്കിലും എല്ലാം നമ്മൾ മൊത്തം ഗേൾസ് ആണ്. ടിങ്കർഹബ് ഒരു മെയിൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നതും ഗേൾസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്നുള്ളതാണല്ലോ. പെഗ്ഗോ നമ്മുടെ ക്യാമ്പസിൽ നല്ല പോസിബിൾ ആണ്. പിന്നെ ബാക്കിയുള്ളത് വെച്ച് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ ടെക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ ക്യാമ്പസിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം. ലൈക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പുറത്തോട്ട് പോകാനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്യാമ്പസിൽ നല്ല മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ലൈക്ക് അപ്പം എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ക്യാമ്പസിലുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആണ് അക്കാര്യത്തിൽ, മുന്നോട്ട് വരാൻ ധൈര്യമുണ്ട്. ടീമിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ടീം ഇസ് ഔട്ട് ഹിയർ, ബട്ട് ഗിവൻ ദ സെയിം ഒരു ക്യാമ്പസ് ചാപ്റ്റർ റൺ ചെയ്യണമെങ്കിൽ സിമിലർ ടു ഹൗ വി സേ ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ കിഡ്, സിമിലർ ടു ദാറ്റ് ഒരു ക്യാമ്പസ് ചാപ്റ്റർ ആക്ച്വലി നന്നായിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്സ് ദി എഫേർട്ട് ഓഫ് എ ലോട്ട് ഓഫ് പീപ്പിൾ. One, how were you able to identify your team? എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ്, എന്തൊക്കെ ക്രൈറ്റീരിയാസ് കൺസിഡർ ചെയ്തിട്ടാണ് you were able to have a strong team that you have right now? Along with which എന്നോട് എടുത്തു പറഞ്ഞതാണ് ചേച്ചി ചോദിക്കണം എൻ്റെ ബാക്കി വോളണ്ടിയേഴ്സിനെ പറ്റി എനിക്ക് സംസാരിക്കണം. So yeah, beyond the core team, who all are in? നമ്മൾ ആക്ച്വലി കോർ ടീം 5 പേരും പ്ലസ് 9 വോളണ്ടിയേഴ്സും ഉണ്ട്. കോർ ടീമിനെ സെലക്ട് ചെയ്ത് എന്ത് കൺസിഡർ ചെയ്തിട്ടാണ് ഇവരെല്ലാവരും? വാസ് ഇറ്റ് ഈസി ഫോർ യു ടു ഫൈൻഡ് എ ടീം? ചോദിച്ചതിന്റെ റീസൺ ഇസ് വെരി മെനി ഓഫ് ദി അതർ ക്യാമ്പസ് ചാപ്റ്റർ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ യുവർ കോർ ടീം, ഓർ കുറച്ച് കഴിയുമ്പം സം പീപ്പിൾ മൈ ഫോൾ ഔട്ട് എന്ന കേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി ചോദിച്ചത്. ഇപ്പം സെലക്ഷൻ പ്രോസസ് മൊത്തം ഞാനും എൻ്റെ പഴയ ക്യാമ്പസിൽ കീർത്തന ചേച്ചിയും കൂടെ ആയിരുന്നു. ഞാൻ മെയിനായിട്ട് നോക്കിയത് അവർക്ക് ഇതൊരു നോർമൽ ക്ലബ് അല്ല, ഇത് ടിങ്കർഹബ് ആണെന്ന് മനസ്സിലാക്കി പോവാന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. ആ ഒരു എസെൻസ് അവർക്ക് കിട്ടുമല്ലേ. ഞാനൊരു ഇവന്റിന്റെ ഒരു ആക്ടിവിറ്റി നടത്താന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ബാക്കിയുള്ള ഒരു ക്ലബിനൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് ടിങ്കർഹബ് നടത്തുന്നത്. അപ്പൊ ഞാനത് പറയുമ്പോൾ ഓക്കെ എൻ്റെ ആ വൈബായിട്ട് അവർക്ക് മാച്ച് ആയിട്ട് പോകാൻ പറ്റണം. ഓക്കെ ടിങ്കർഹബിന്റെ ഇവന്റ് ആണ്, അപ്പൊ അതിന്റെ ഇനിഷ്യേറ്റീവ് വേറെയാണ്, അതിന്റെ ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറെയാണ്. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സും അല്ലെങ്കിൽ അറ്റൻഡൻസും ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കി പോകുന്ന ഒരു ടീം വേണം എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നോക്കിയത്, അവർക്ക് ആ ഒരു വൈബ് മനസ്സിലാക്കി പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കിയത്. പിന്നെ അതുപോലെ വേറെ അധികം പൊസിഷൻസിലൊന്നും ഇല്ലാത്ത ആളുകൾ, ലൈക്ക് നമുക്ക് കംപ്ലീറ്റ് കൊടുത്ത് നിൽക്കാൻ പറ്റണം. അതായത് ബാക്കിയുള്ള ക്ലബ്ബുകളിലൊക്കെ അഫ്കോഴ്സ് പരിപാടി കഴിയുമ്പോൾ അതവിടെ തീർന്നു. പക്ഷെ നമ്മുടെ ടിങ്കർഹബിന്റെ കേസ് അങ്ങനെയല്ല. പരിപാടി കഴിഞ്ഞാലും പിന്നെ നമ്മൾ അതിനെപ്പറ്റി നോക്കും, അതെന്തായി, അത് എവിടം വരെ എത്തി, റിട്ടൻഷൻ റേറ്റ് നോക്കണം, പിന്നെ അതനുസരിച്ച് അടുത്ത് പ്ലാൻ ചെയ്യണം. അപ്പം നമ്മൾ കംപ്ലീറ്റ് അവിടെ കൊടുത്ത് നിൽക്കണം. അപ്പം അതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ നോക്കിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് ഇത് 100% ഞാൻ ചെയ്തത് ശരിയാണ്. ഞാൻ എടുത്ത ആൾക്കാരെ ഓക്കെയാണ്. നമ്മൾ ക്യാമ്പസ് സ്ട്രക്ചർ കുറച്ച് ചേഞ്ച് ചെയ്തതിന് ശേഷം കീർത്തനയായിരുന്നു ലാസ്റ്റ് ഇയർ ലീഡർ, കഴിഞ്ഞിട്ട് വന്നത് ലക്ഷ്മിയാണ്. So as compared to previous campus chapter, did something drastically change in the way you are holding the campus community, or അത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഓർ ഇൻ ജനറൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നത് ലാസ്റ്റ് ഇയറിന് വെച്ച് കമ്പയർ ചെയ്ത് എന്തൊക്കെയാണ് മാറിയത്? ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരൊരു ഫൗണ്ടേഷൻ ഇട്ടു, ആ ഫൗണ്ടേഷനാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ചേഞ്ച് ഉണ്ട് ആക്ച്വലി, നല്ല രീതിക്ക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പല ഇനിഷ്യേറ്റീവ്സും കൊണ്ടുവരാൻ പറ്റി. ഇപ്പം വിന്റർ ക്യാമ്പ് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഫുൾ വിഷൻ കിട്ടുന്നത്, എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. വിന്റർ ക്യാമ്പ് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. നമ്മുടെ ടിങ്കർഹബിന്റെ ഒരു ഇതില് ഒരു വലിയ ഒരു ചാപ്റ്റർ ആയിരുന്നു വിന്റർ ക്യാമ്പ്. വിന്റർ ക്യാമ്പ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആക്ച്വലി നമ്മൾ ലേണിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു. അതെന്ന് പറയുന്ന ഒരു പിയർ ലേണിംഗ് ഗ്രൂപ്പാണ്. നമ്മൾ മോറോവർ കുറെ ആൾക്കാരെ ഇരുത്തിയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല മെയിൻ ഉദ്ദേശം, അവർക്ക് ആ സംഭവത്തിനോട് പറ്റും, അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ മ്യൂലോൺ ഉണ്ട്. അപ്പം ഈ പല ഡൊമെയിൻ തിരിച്ചുള്ള പരിപാടിയൊക്കെ ഓൾറെഡി എക്സിസ്റ്റഡ് ആണ് അവിടെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇത് പറ്റും എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കണം അവരെ, അതായത് നമ്മുടെ ഫ്രണ്ട്സിനെയും ബാക്കിയുള്ളവരെയൊക്കെ മനസ്സിലാക്കിപ്പിക്കണം. അപ്പം ഇതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കൊണ്ടുവന്നൊരു മെയിൻ ഇനിഷ്യേറ്റീവ്. പിന്നെ ഓഫ്കോഴ്സ് നമ്മളിപ്പോൾ ടിങ്കർഹബ് എനിക്കൊന്ന് 4 വർഷമായിട്ട് ക്യാമ്പസിലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ചേഞ്ച് വരും. ആൾക്കാർ ഇപ്പോൾ കുറച്ചുകൂടെ ടിങ്കർഹബിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അതായത് ഈ 50+ ക്ലബ്ബുള്ള ക്യാമ്പസിൽ എന്താണ് ടിങ്കർഹബ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ ആൻസറും ഉണ്ട്. കാര്യം ബാക്കിയൊരു നോർമൽ ക്ലബ്ബ് പോലെയല്ല നമുക്ക്, അപ്പൊ നമുക്കത് പറയാൻ കുറെ ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ അതിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് വന്നപ്പോഴാണെങ്കിലും അവരൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഐഡിയ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് മാറ്റമൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്.
എല്ലാവരുടെയൊക്കെ ഒരു ഫൗണ്ടേഷന് പുറത്തുനിന്നാണ്. TinkerHubന്റെ 2 ഫൗണ്ടേഷൻ ഓർ പില്ലേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഒന്ന് കമ്മ്യൂണിറ്റിയും 2 ലേണിംഗ് ആണ്. ആൻഡ് ലേണിംഗ് പ്ലേസ് എ മേജർ. നമ്മൾ ഒരിക്കലും ആക്ടിവിറ്റീസിനെ ഇവന്റ്സ് ആയിട്ട് പറയാറില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ഒരു എക്സ്റ്റെൻസീവ് ലേണിംഗ് പ്രോഗ്രാം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ആക്ച്വലി ലേണിംഗ് വിത്തിൻ ക്യാമ്പസ്? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? സോ സ്റ്റാർട്ടിങ്ങിൽ ലെറ്റ് മീ ബി വെരി ഓണസ്റ്റ്, ഞാൻ അത്ര എഫിഷ്യൻ്റ് ആയിരുന്നില്ല. അപ്പം എൻ്റെ ഡൊമൈൻ ഇസ് വെബ് ഡെവലപ്മെൻറ്റ്. അപ്പം ഞാൻ സെഷൻസ് ക്യൂറേറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും വെബ് ഡെവലപ്മെൻറ്റിൽ നിന്ന് കളിക്കുകയായിരുന്നു. അപ്പം HTML ആണോ, Tailwind, CSS, ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ദെൻ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐ റിയലൈസ്, കാരണം ഇത് മാത്രമല്ല, വേറെയും ഡൊമൈൻസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കോളേജിലേക്ക് വേറെയും കാര്യങ്ങൾ പഠിപ്പിക്കണം. പക്ഷേ നമുക്ക് അതിനുള്ള റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു, എനിക്ക് അതിനുള്ള നോളേജ് ലിമിറ്റഡ് ആയിരുന്നു. ബട്ട് അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ലൈക്ക് നമുക്ക് സെമസ്റ്റർ എക്സാം സമയത്തായിരുന്നു ഒരു ഐഡിയ വന്നത്, ലൈക്ക് ഒരു പിയർ ഗ്രൂപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു ഐഡിയ വന്നപ്പോൾ ഞാൻ കോട്ടയുമായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് അറിയുന്ന നമ്മുടെ കൂട്ടത്തിൽ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ ആൾക്കാരെ വെച്ചുകൊണ്ട് അവരൊരു മെൻറ്ററായിട്ട് അവർ ഗൈഡ് ചെയ്യുന്ന പോലൊരു പിയർ ഗ്രൂപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും. അങ്ങനെയാണ് ലേണിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ തുടങ്ങിയത്. ആൻഡ് ആഫ്റ്റർ ലേണിംഗ് സ്റ്റേഷൻ കുറച്ചുകൂടെ നമ്മൾ പറയുന്ന റിട്ടൻഷൻ റേറ്റ് കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് കുറേ കുട്ടികളെ ലൈക്ക് പിന്നെയും വീണ്ടും നമുക്ക് ആ ഫേസസ് ഫെമിലിയർ ആയിരുന്നു. നമുക്ക് വിൻഡോ ക്യാമ്പിൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് നിങ്ങൾക്ക് നെയിം ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പം എനിക്ക് നെയിം ചെയ്യാൻ പറ്റും. ഇത്രയും ആൾക്കാർ പിന്നെയും വരുന്നുണ്ട്, ഇത്രയും ആൾക്കാർ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമാണ്. സോ അതാണ് ലേണിംഗ് കൾച്ചറായിട്ട് നമ്മളിപ്പം കോളേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ബിക്കോസ് യു മെൻഷൻഡ് അബൌട്ട് മെൻറ്റേഴ്സ്, മെജോറിറ്റി ഓഫ് ക്യാമ്പസ് ചാപ്റ്റേഴ്സിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഫോർ ദ കോ ടീംസ് ടു ഐഡൻറ്റിഫൈ മെൻറ്റേഴ്സ്. വിത്തിൻ LBS അത് നടക്കുന്നുണ്ടോ? ഓർ ഹൗ ആർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ മെൻറ്റേഴ്സ്? ആർ യു ഏബിൾ ടു ഫൈൻഡ് പീപ്പിൾ വിത്തിൻ ക്യാമ്പസ് ചാപ്റ്റർ, ഓർ ഇസ് ഇറ്റ് റിക്വയർഡ് ഫോർ യു ടു ഫൈൻഡ് പീപ്പിൾ ഔട്ട്സൈഡ്? സോ ആസ് എ ലൈക്ക് നമ്മുടെ കോളേജിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ട്. ഇപ്പം എന്തെങ്കിലും പഠിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ നോളേജബിളാണ്. ഇപ്പം ഞങ്ങൾക്ക് തന്നെ അറിയുന്ന നമ്മുടെ സെക്കൻഡ് ഇയേഴ്സ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ലേണിംഗ് സ്റ്റേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സെക്കൻഡ് ഇയേഴ്സ് ആണ്. അപ്പം ഹാർഡ്വെയർ അറിയുന്ന കുട്ടിയുണ്ട്, സൈബർ സെക്യൂരിറ്റിനെ പറ്റി അറിയുന്ന ആളുണ്ട്, മെഷീൻ ലേണിങ്ങിനെ പറ്റി അറിയുന്നവരുണ്ട്. അപ്പം നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ഇൻട്രസ്റ്റ് ഇതാണ്. അപ്പം നമ്മൾ ചോദിക്കും ലൈക്ക് എന്നൊരു സെഷൻ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി മെൻറ്റേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്നത്. മോസ്റ്റ്ലി എല്ലാം നമ്മുടെ ക്യാമ്പസിൻ്റെ അകത്തുനിന്ന് തന്നെയാണ്. നമുക്കറിയുന്ന നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ ഉള്ള ആൾക്കാരെ തന്നെയാണ് നമ്മൾ ലൈക്ക് മെൻറ്റേഴ്സായിട്ട് കൊണ്ടുവരുന്നത്. സോ ദാറ്റ് അവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അവരും പഠിപ്പിക്കുന്നതിലൂടെ അവരും പഠിക്കും. ബട്ട് ഓൾസോ പുറത്തുനിന്ന് പറയുമ്പം ഐ തിങ്ക് 2-3 സെഷൻസ് ലൈക്ക് മേജർ സെഷൻസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് മെൻറ്റേഴ്സിന് വിളിച്ചിട്ടുണ്ട്. ലേണിംഗ് ആക്ടിവിറ്റീസിൽ എന്താണ് ലേണിംഗ് സ്റ്റേഷനാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് റൺ ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു. അതിൽ സോഫർ നിങ്ങൾ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ്, ഇസ് ഇറ്റ് ലൈക്ക് നിങ്ങൾ കമ്മ്യൂണിറ്റിയോട് ചോദിച്ചിട്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്ന ടോപ്പിക്സ് ആണോ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഓർ ഡു യു ജനറലി സീ പുറത്ത് എന്താ നടക്കുന്നത് അതനുസരിച്ച് യു ഐഡന്റിഫൈ ഏരിയാസ് ദാറ്റ് യു നീഡ് ടു ഫോക്കസ്? നോ, സോ നമ്മൾ ആക്ച്വലി ഒരു വാട്സപ്പ് പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ഡൊമൈൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശമുണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെ ഡൊമൈൻസ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ മേജർലി വന്ന ഒരു 4 ഡൊമൈനാണ് മെഷീൻ ലേണിംഗ്, വെബ് ഡെവലപ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാർഡ്വെയർ. സോ ഈ 4 ഡൊമൈൻസിൽ ഉള്ള ആൾക്കാരെ നമ്മൾ അതിനുശേഷം നമ്മൾ തപ്പുകയായിരുന്നു. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ലൈക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയോട് നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു. അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ബാക്കി ക്യാമ്പസ് നോക്കും, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കും. അപ്പം അവരുടെ ആ ഒരു ലൈക്ക് അവർ എടുക്കുന്ന സെഷൻസിനും അതുപോലെ തന്നെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും. സോ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആദ്യം നടത്തിയ ആക്ടിവിറ്റി എന്തായിരുന്നു? സോ ഫസ്റ്റ് നമ്മൾ ചായ പബ്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിനുശേഷം നമുക്ക് യൂസ്ലെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ബേസിക് ഗിറ്റ് ആൻഡ് ഗിറ്റ് ഹബിൻ്റെ സ്റ്റഡി ജാമും പിന്നെ ജാവ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റഡി ജാമും അങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. ഓക്കെ, റിട്ടൻഷൻ എത്ര % ആക്ച്വലി ഉണ്ട്? ബിക്കോസ് ജനറലി നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാമ്പസ് ചാപ്റ്റേഴ്സിലെല്ലാം വൺ എമംഗ് ദ മെട്രിക്സസ് ദാറ്റ് വി ട്രൈ ടു സീ ബൈ സെലക്ടിങ് ക്യാമ്പസ് എമംഗ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ക്യാമ്പസ് എന്ന് വിചാരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ദി നമ്പർ ഓഫ് പീപ്പിൾ who attended overall or ആ കമ്മ്യൂണിറ്റിയിൽ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ട് എന്നുള്ളതല്ല. ബിക്കോസ് TinkerHubന്റെ ആപ്പ് വർക്ക്സ് ഓൺ എ വൗച്ച് ബേസിസ്. സോ വൗച്ച് കിട്ടുന്ന എല്ലാവരും ഹൂ കംപ്ലീറ്റ്സ് ദ പ്രൊഫൈൽ ഈസ് എ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. ബട്ട് റാദർ റെപ്പറ്റേറ്റീവ് ആയിട്ടൊരു ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ എത്ര പ്രാവശ്യം ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇൻറ്റു എത്ര പേര് അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇസ് ദ ഫാക്ടർ ദാറ്റ് വി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. LBS പെർട്ടിക്കുലർലി എത്ര പേരാണ് ആക്ച്വലി അങ്ങനെ ഒരു സ്പെസിഫിക് സ്റ്റഡി ജാം നടത്തിയപ്പോൾ റെക്കറിംഗ് ആയിട്ട് വന്ന മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ എത്രയാണ്? സോ ലൈക്ക് ആ ഒരു കൗണ്ടായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. ബട്ട് ഐ തിങ്ക് അക്സയുടെ സ്റ്റഡി ജാം നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് നടത്തിയിരുന്നത്. അപ്പം ഐ തിങ്ക് ഓഫ്ലൈൻ നടത്തുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ റിട്ടൻഷൻ റേറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. കാരണം അക്സയുടെ സെഷനിൽ ഐ തിങ്ക് ഓൾമോസ്റ്റ് 40 സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ അതിലുണ്ടായിരുന്നു. ബട്ട് 40 സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ 40 സ്റ്റുഡൻസ് റെക്കറൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി അവർ 4 സെഷനും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം
ഓൺലൈനിൽ അങ്ങനെ ഒരു സെഷൻ നടത്തിയിരുന്നെങ്കിൽ ആ ഒരു റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് അക്സയുടെ സ്ട്രാറ്റജി ഓഫ്ലൈൻ ആയിട്ട് നടത്തിയതായിരുന്നു കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തന്നെ. ലേണിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ജനറലി നടത്തുമ്പോൾ ഫസ്റ്റ് ഇയേഴ്സിനെ സ്പെസിഫിക്കലി ക്യൂറേറ്റ് ചെയ്യുന്നതോ അവർക്ക് എങ്ങനെ ഒരു ബ്രിഡ്ജിങ് പ്രോഗ്രാം ക്യൂറേറ്റ് ചെയ്യാം എന്നുള്ളതെല്ലാം ഒരു കോൺസ്റ്റന്റ് ഡയലോഗായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ദ റോൾ ഓഫ് ഒരു ഫസ്റ്റ് ഇയർ കോർഡിനേറ്റർ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ബിക്കോസ് in many campuses, I'm not sure if it's there for LBS, but seniors in a first years node communicate and there is a gap. Another is a constant thing that came up last year. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇയർ കോർഡിനേറ്റർ എന്നൊരു റോള് തന്നെ നമ്മൾ കൺസിഡറേഷനിൽ കൊണ്ടുവന്നത്. സോ ബീയിങ് എ ഫസ്റ്റ് ഇയർ കോർഡിനേറ്റർ, ഫസ്റ്റ് ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം യു ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഇടയിൽ എന്താണ് അവരുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ വാട്ട് ദേ വോണ്ട് ടു ഡു ദേ നോ എന്താണ് പഠിക്കേണ്ടത്. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. Second thing, what were the measures that you took as a first year coordinator or as a team to ensure first years will participate ചെയ്യുന്നുണ്ടെന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉൾപ്പെടെ അറ്റൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ഇവൻ്റ് കോടെ പൂക്കളായിരുന്നു. അപ്പോൾ ഐ ടുക്ക് എ ഫീഡ്ബാക്ക് ഫ്രം എൻ്റെ ക്ലാസ്മേറ്റ്സിനോടായാലും ബാക്കി എല്ലാ ക്ലാസ്സിലും ഫ്രണ്ട്സുണ്ട്, അവരോടൊക്കെ ഫീഡ്ബാക്ക് ചോദിക്കുകയാണ്. ഞാൻ ചെയ്ത മെയിൻ തിങ് വാസ് ദിസ് ഫീഡ്ബാക്ക് വാങ്ങിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് TinkerHubലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ചേച്ചിമാർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അധികം വന്നിട്ടില്ല, കാരണം ദേ ആർ സോ സപ്പോർട്ടീവ്. ബാക്കി സീനിയേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഇപ്പം കോടെ പൂക്കളത്തിൽ തന്നെ കുറേ പേർക്ക് കോഡിങ് പോലും അറിയത്തില്ല, പക്ഷേ ദേ ആർ റെഡി ടു ഹെൽപ്പ് അറ്റ് എനി ടൈം. അങ്ങനെയൊക്കെ ആൻഡ് ഫസ്റ്റ് ഇയർ കോർഡിനേറ്റർ എന്ന രീതിയിൽ ഐ തിങ്ക് ഫീഡ്ബാക്ക് ഞാൻ നല്ലപോലെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയേഴ്സിന് ആക്ച്വലി അറിയാമോ എന്ത് ടോപ്പിക്കാണ് അവർ പഠിക്കേണ്ടത്? ലൈക്ക് ആഫ്റ്റർ 12th അവർ പ്രിപ്പയർഡ് ആയിട്ടാണോ കോളേജിൽ വരുന്നത്? ഡു യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ആൻഡ് വാട്ട് ഷുഡ് ബി പ്രയോറിറ്റൈസ്ഡ് വൈ ലേണിംഗ്? ആദ്യമൊക്കെ അങ്ങനെ അധികം ആരും സംസാരിക്കത്തില്ലായിരുന്നു. പിന്നെ പതിയെ ഇപ്പോൾ ലേണിംഗ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറേ പേര് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, ഇന്ന ടോപ്പിക്സ് എടുത്ത് തരുമോ? അപ്പോൾ ഞാൻ ഐ ഡിസ്കസ് വിത്ത് ഇവരുടെ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഇൻ ജനറൽ ഫസ്റ്റ് ഇയർ പാർട്ടിസിപ്പേഷൻ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ? സോ അറ്റ് ദ ബിഗിനിങ് നല്ല കുറവായിരുന്നു. കോടെ പൂക്കള സമയത്ത് ഒരു 100 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ പിന്നെ നടത്തിയ ആക്ടിവിറ്റീസിലൊന്നും ഫസ്റ്റ് ഇയർ പാർട്ടിസിപ്പേഷൻ അത്ര ഇല്ലായിരുന്നു. ഞാനത് വിൻ്റർ ക്യാമ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഐ തിങ്ക് ആഫ്റ്റർ ദാറ്റ് നമ്മൾ കുറച്ച് ഓഫ്ലൈൻ ഇവൻറ്റ്സ് കൊണ്ടുവന്നു. അതായത് അവരുടെ എക്സാംസും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഓഫ്ലൈൻ ആക്ടിവിറ്റീസും ദീപാക്സയുടെ സ്റ്റഡീസും ഒക്കെ കൊണ്ടുവന്നപ്പം ഐ വാസ് സർപ്രൈസ് ഫസ്റ്റ് ഇയേഴ്സ് ആയിരുന്നു കൂടുതലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കറൻ്റ്ലി ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ആണ് ആക്ച്വലി നമ്മുടെ ആ ഒരു മെയിൻ ഓഡിയൻസ് എന്ന് പറയുന്നത്. നടത്തുന്ന ആക്ടിവിറ്റി ഒബ്വിയസ്ലി നിങ്ങളത് വിമൻസ് കോളേജ് ആണ്, സോ എല്ലാവരും ഗേൾസ് ആണ്. ബട്ട് ഗിവൺ ദ സെയിം ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് എടുക്കുമ്പോൾ ഹാവ് യു ഒബ്സർവ്ഡ് ദാറ്റ് ഗേൾസ് ആർ ഹെസിറ്റേറ്റിംഗ് ടു അറ്റൻഡ് എന്ന്? അവർ ആക്ച്വലി വുമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ എല്ലാവർക്കും നീരെ പുഷ്. ഇപ്പം നമ്മൾ അക്സയുടെ സ്റ്റഡീസാണ് ഇവർ ആക്ച്വലി കണ്ടക്ട് ചെയ്തപ്പം അവിടെ നമ്മളിങ്ങനെ സോഫ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ക്രെഡിറ്റീവ് ആണ്. സോ അത് ചൂസ് ചെയ്ത ആൾക്കാരാണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ഇയേഴ്സ്. സോ എല്ലാവർക്കും അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അന്നേരം കുറേ ആൾക്കാരൊന്നും വരുന്നുണ്ടായിരുന്നില്ല. സോ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സോ നമ്മൾ ക്ലാസ്സിൽ പോയി പറയുമ്പോഴും they don't have an idea about what is this. അപ്പം കുറച്ച് കുറവാണ്. പിന്നെ ഐ ഗസ് ഹാർഡ്വെയർ പ്രോജക്ട്സ് അവിടെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. സോ നമ്മൾ ഹാർഡ്വെയർ സെക്ഷൻസ് എടുത്ത ടൈമിൽ പാർട്ടിസിപ്പൻസ് ലോ ആയിരുന്നു. പാർട്ടിസിപ്പൻസിൻ്റെ റേറ്റ് ഭയങ്കര ലോ ആയിരുന്നു. നമ്മളവിടെ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് എപ്പോഴും എല്ലാ ഇവൻറ്റ്സിനും വരുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട്. സോ അവർ തന്നെയായിരിക്കും ബാക്കിയുള്ള എല്ലാ ലേണിംഗ് ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇപ്പം അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. ഐ ഗസ് നമ്മുടെ ക്യാമ്പസിൽ കൂടുതൽ ആൾക്കാരും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് വെബ് ഡെവലപ്മെൻ്റ് ആണ്. അവിടെ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളതും വെബ് ഡെവലപ്മെൻ്റ് ആണ്. സോ അതല്ലാണ്ട് വേറൊരു സെഷൻ നമ്മളവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ലേണിംഗ് ആക്ടിവിറ്റി അവിടെ ഓർഗനൈസ് ചെയ്യുന്ന ടൈമിൽ ആൾക്കാരുടെ കൗണ്ട് ഭയങ്കര കുറവായിരിക്കും. ലാസ്റ്റ് ടൈം ഞാൻ ഓപ്പൺ മൈക്കിൻ്റെ സെഷൻ എടുത്തപ്പോൾ നമ്മൾ ഓപ്പൺ മൈക്കിൻ്റെ 2 സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ മൈക്കിൻ്റെ സെഷൻസ് നടത്തുമ്പോൾ നമ്മൾ ആക്ച്വലി കാണുന്ന ഫേസ് ഭയങ്കര ആൾക്കാർ വരുന്നത് കുറവാണ്. ആൻഡ് ഐ ഗസ് നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ടോപ്പിക്ക് നമ്മൾ എടുത്തത് 2 ഓൺലൈനായിരുന്നു. ഇപ്പം ഓൺലൈൻ എടുക്കുമ്പം ആൾക്കാർക്ക് കയറാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ കൗണ്ട് ഭയങ്കര ലോ ആയി. പിന്നെ ഞങ്ങൾ ഒബ്സർവ് ചെയ്തൊരു കാര്യം, നമ്മളവിടെ വെബ് ഡെവലപ്മെൻറ്റ് സെഷൻ എടുക്കുമ്പം ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. ആൻഡ് വേറെ സെഷൻസ് എടുക്കുമ്പോൾ ആൾക്കാർ കുറവായി. ആൻഡ് ദാറ്റ്സ് വൈ നമ്മൾ ലേണിംഗ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ലേണിംഗ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡൊമൈൻസ് ചൂസ് ചെയ്തു. ഇപ്പം ഐ ഗസ് എല്ലാ സെഷൻസിനും കയറുന്ന ആൾക്കാരുണ്ട്. ബട്ട് സർട്ടൻ സെഷൻസ് ഹാർഡ്വെയർ സെഷൻസിനൊക്കെ കുറച്ചുകൂടി ആൾക്കാർക്ക് പഠിക്കാൻ അതിനുള്ള പാർട്ടിസിപ്പേഷൻ ഭയങ്കര ലോ ആണ്.
ഐ ഗെസ് നമ്മുടെ അവിടെ ഹാർഡ്വെയർസിൻ്റെ റിസോഴ്സസ് കിട്ടുന്നില്ല ആൻഡ് എല്ലാവർക്കും അത് അഫോർഡബിൾ ആയിട്ടില്ല. സോ അങ്ങനത്തെ സെക്ഷൻസിന് പാർട്ടിസിപ്പൻസ് ഭയങ്കര കുറവാണ്. LBS being a women's college, അകത്ത് നമുക്ക് കമ്പാരിസൺ മെട്രിക്സ് ഇല്ല. ബട്ട് വൺ തിങ് ഡെഫിനറ്റ്ലി വി ട്രൈ ടു ചെക്ക് ഇസ് ഇഫ് ക്യാമ്പസിന് അകത്തുള്ള ഗേൾസ് പുറത്തുള്ള ജനറൽ ആക്ടിവിറ്റീസിൽ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഫ്രം ടിങ്കർ പോയിന്റ് ഓഫ് വ്യൂ ഫൗണ്ടേഷൻ നടത്തുന്ന ജനറൽ ആക്ടിവിറ്റീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നടത്തുന്ന സാറ്റർഡേ ഹാക്ക് നൈറ്റോ ഓർ യൂസസ് അഗെയിൻ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ക്യാമ്പസിനകത്താണ് നടത്തുന്നത്. ഓർ പുറത്ത് നടക്കുന്ന ഹാക്കത്തൺസിനൊക്കെ LBSൽ നിന്ന് എത്ര പേര് അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓർ ഒരു ജനറൽ ക്രൗഡിന്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. നോട്ട് എ വി ആർ എൻകറേജിങ് കോമ്പറ്റീഷൻ, ബട്ട് ഗിവൺ ദ സെയിം ഒരു ജനറൽ ക്രൗഡിന്റെ അടുത്ത് അവർ എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്നുള്ളത് ഇതുവരെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മളിവിടെ ടിങ്കർഹബ് നമ്മൾ കോച്ചിങ്ങിലോട്ട് കയറിയ ടൈമിൽ നമ്മൾ അവിടെ ക്യാമ്പസിൽ പോയിട്ട് അവരുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു ടിങ്കർഹബ് ഇങ്ങനെ ഈവെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, വേറെ കോളേജസിലെ ഹാക്കത്തോൺ ആൻഡ് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അവരുടെ അടുത്ത് പറയാറുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഞങ്ങൾ ഇങ്ങനെ ഓരോ കോട്ടീം ഇങ്ങനെ ക്ലാസ് പോയി നമ്മളിങ്ങനെ ഓരോ ലേണിംഗ് ആക്ടിവിറ്റീസ് ഇവിടെ ഞങ്ങൾ അവിടെ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അവരുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു സ്പേസിൽ വരുന്ന കാര്യം. ആൻഡ് ഞങ്ങൾ ഇങ്ങനെ ഒരു തവണ സ്പേസ് കാർണിവൽ ഇവർ കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ കോട്ടീമിൽ എല്ലാവർക്കും ബിസി ആയിരുന്നു. ആൻഡ് ഐ ഗെസ് അർപ്പിതായിരുന്നു ഒരാൾ അവിടെ കോട്ടീമിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് ചെയ്യണമെന്ന് ചോദിക്കുമായിരുന്നു, സ്പേസ് കാർണിവലിൽ നിങ്ങൾ പോകുന്നുണ്ടോ, ഞങ്ങൾ കൂടെ വരട്ടെ. അങ്ങനെ നമ്മളെടുത്ത് വന്ന് ചോദിച്ചിട്ട് ഐ ഗെസ് അവിടുന്ന് ഒരു 10 people ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്പേസ് കാർണിവലിൽ. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ടിങ്കർ സ്പേസ് കാണാനെങ്കിൽ ടിങ്കർ സ്പേസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട്. ഐ ഗെസ് വൈറ്റ് കോഡിങ് ഇവിടെ ഓർഗനൈസർ തന്നെ അവിടെ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. പിന്നെ ടിങ്കർ ഹാക്കിന് നമ്മുടെ കോളേജിൽ ആക്ച്വലി 100 പാർട്ടിസിപ്പൻസിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അവർ കുറേ പേര് സെക്കൻഡ് ഇയേഴ്സിന് നമുക്ക് അവിടെ എടുക്കാനായിട്ട് പറ്റിയില്ല. ഒരു വളരെ കുറവ് കൗണ്ടായി നമ്മളവിടെ സെക്കൻഡ് ഇയേഴ്സിന് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ഇയേഴ്സ് ആയിരുന്നു കൂടുതൽ. സോ നമ്മളിങ്ങനെ സെക്കൻഡ് ഇയേഴ്സിന് എടുത്ത് സംസാരിച്ചപ്പോൾ അവരെടുത്ത് നമ്മൾ പറഞ്ഞു നിങ്ങൾ പുറത്ത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വേറെ കോളേജസിലെ ആൾക്കാരെ മീറ്റ് ചെയ്യുക ആൻഡ് അവിടെ കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചത്. ആൻഡ് ഐ ഗെസ് നമ്മുടെ കോളേജിൽ നിന്ന് ഒരുപാട് പേര് പുറത്ത് പോകുന്നുണ്ട് ആൻഡ് കുറേ പേര് അവിടുത്തെ ടോപ്പ് പ്രോജക്ട്സിലൊക്കെ വന്നിട്ടുണ്ട്. സോ അവിടെയുള്ളവരെല്ലാവരും ഇങ്ങനെ അറിഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ അങ്ങനെ മടിയില്ലാത്ത ആൾക്കാരാണ്. ആൻഡ് കുറെ ഹാക്കത്തോൺസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. ടിങ്കറൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ നടത്തിയ മേജർ ആക്ടിവിറ്റി. യു ജസ്റ്റ് മെൻഷൻഡ് അബൌട്ട് ടിങ്കർ. ഗിവൺ ദ സെയിം, ഹൗ ഡിഡ് ഇറ്റ് ഗോ? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ആക്ച്വലി അവിടെ വളരെ നല്ല രീതിയിൽ നടത്തിയെന്നാണ്. ഐ മീൻ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ കോട്ടീമ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആക്കി. നമ്മുടെ അവിടെ പാർട്ടിസിപ്പൻസ് രജിസ്റ്റർ ചെയ്തവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് പ്രോജക്ട് സബ്മിഷന് 100% ആയിരുന്നു. പിന്നെ എല്ലാവരും ആക്ച്വലി ബിൽഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നിയത് ലൈക്ക് ഫസ്റ്റ് ഇയേഴ്സിന് അടുത്ത് നമ്മൾ അതിന് മുമ്പ് പ്രീ ലേണിംഗ് ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഇയേഴ്സ് ആ സെക്ഷൻസിലൊക്കെ ആക്റ്റീവായിട്ട് കയറിയിരുന്നു. ആൻഡ് അവർ പ്രോജക്ട്സ് ബിൽഡ് ചെയ്തപ്പോൾ അവരുടെ പ്രോജക്ട്സിലെ ടെക്സ്റ്റാക്കൊക്കെ ഭയങ്കര യൂണീക്ക് ആയിരുന്നു. നമ്മളവിടെ ഫ്ലട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആൻഡ് ഐ ഗെസ് കുറേ ആൾക്കാരുടെ പ്രോജക്ട്സ് ഫ്ലട്ടർ വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരുടെ പ്രോജക്ട്സ് എല്ലാം നല്ല ഐഡിയാസിലുള്ള പ്രോജക്റ്റ് ആയിരുന്നു. ടോപ്പ് 5 അവർ 2 ഗ്രൂപ്പ് ഫസ്റ്റ് ഇയേഴ്സ് ആയിരുന്നു. ആൻഡ് അതുകൊണ്ട് നമുക്ക് ടിങ്കറാക്കി കഴിഞ്ഞപ്പോൾ അവരാക്ച്വലി നമ്മുടെ അടുത്ത് പറയുന്നത് അവർക്ക് എല്ലാവർക്കും ആദ്യം ഒരു മടിയായിരുന്നു ഫസ്റ്റ് ഇയേഴ്സിന്. എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു നമ്മൾ ഓവർനൈറ്റ് അല്ലേ, എങ്ങനെ വരും, പേരൻസിൻ്റെ ഒരു ഇഷ്യൂസ് അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പോരെ, നമ്മൾ കോർട്ടിമുണ്ട്, സ്റ്റാഫുണ്ട്, സോ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആൻഡ് അവർ വന്നു ആൻഡ് ഐ ഗെസ് അവരെന്തൊക്കെയോ പഠിച്ചിട്ടാണ് തിരിച്ചു പോയത്. നമ്മളടുത്ത് ഫീഡ്ബാക്ക് പറയുമ്പോൾ അവർ ആക്ച്വലി പറഞ്ഞു ഇങ്ങനെ എന്തൊക്കെയോ നമ്മൾ പഠിച്ചിട്ടാണ് പോയത്, അറ്റ്ലീസ്റ്റ് അവരൊരു പുതിയ ടെക്സ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് പഠിച്ച്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ നമ്മുടെ അടുത്ത് ടിങ്കറാക്കി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോയി പറയുന്നതിന് മുമ്പ് അവിടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്യും. അവർ രജിസ്റ്റർ ചെയ്തിട്ട് അവരെ ആകെയുള്ള ഡൗട്ട് അവരുടെ ഫസ്റ്റ് ടൈമാണ് ഹാക്കത്തോൺ, സോ ഒന്നും അറിഞ്ഞൂടാ എങ്ങനെ വരും, ആ ഒരു രീതിയിൽ അവർ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പറഞ്ഞു നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ്, നമ്മളെല്ലാവരും ഫസ്റ്റ് ഹാക്കത്തോൺ ടിങ്കർ ഹാക്കായിരുന്നു. നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? യെസ്, ചോദിക്കാൻ നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മൾ വേറെ കോളേജിൽ നമുക്ക് കോട്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ വേറെ കോളേജസ് ചൂസ് ചെയ്ത് നമ്മൾ അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹാക്കത്തോൺ ടിങ്കർ ഹാക്കായിരുന്നു. ആൻഡ് നമുക്ക് കിട്ടാൻ ഒന്നും അറിഞ്ഞൂടാ നമ്മൾ അവിടെ പോയി എന്തൊക്കെയോ ബിൽഡ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു വരിക. അത് ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആൻഡ് ആക്ച്വലി അവർ വന്നു നമ്മുടെ അടുത്ത് ഇങ്ങനെ രജിസ്ട്രേഷൻസ് ക്ലോസ് ആവുമ്പോൾ ചേച്ചി ഇവിടെ ക്ലോസ് ആയോ, എന്നിട്ട് അവർ വേറെ കോളേജിൽ അപ്ലൈ ചെയ്തു.
ആൻഡ് നന്നായി പോയി. ഫ്രം ഒരു ഔട്ട്റീച്ച് പെർസ്പെക്റ്റീവ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ്. ഹൗ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ജിങ്കറാക് സ്റ്റോറീസ് ആയിരിക്കാം മേ ബി നിങ്ങളുടെ ക്യാമ്പസിലുള്ള ബാക്കി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഹാഗത്തൺ ഓഫ് ദാറ്റ് സോൺ. വി സജസ്റ്റഡ് ദാറ്റ് നിങ്ങളുടെ ക്യാമ്പസിനകത്തുള്ള മേക്കേഴ്സിന്റെ സ്റ്റോറീസ് പുറത്ത് കൊണ്ടുവരിക, റൈറ്റ് അബൌട്ട് ഇറ്റ് ഇൻ സം മീഡിയ. സോ ക്യാമ്പസിനകത്ത് there are a couple of people whom we all are aware of from LBS who ended up doing cool projects or entering cool companies or working on interesting stuff. But given the same നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് അകത്ത് do you have a system where you showcase ബാക്കി മേക്കേഴ്സ് in the stories as of now? ആക്ച്വലി ഞാൻ രണ്ട് മേക്കർ സ്റ്റോറീസ് കവർ ചെയ്യാൻ പറ്റി, ബട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ വാസ് ഇതിൻ്റെ ബാക്കിലുള്ള വർക്കിംഗ്. അതിപ്പം എനിക്ക് മേക്കേഴ്സിനോട് ചോദിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ ഫൈനലി കുറേ ക്ലാസ് ആവും. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ലാഗുണ്ട്. ബട്ട് ഞാൻ ചെയ്ത രണ്ടെണ്ണം വാസ് റിയലി ഗുഡ്. കുറേ ആൾക്കാർ എനിക്ക് തന്നെ പേഴ്സണലിക്കോ ഇത് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ആരോഗ്യചേച്ചിൻ്റെ ചെയ്തതിന് ശേഷം എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടി, കുറച്ചും കൂടെ ടെക്സ്റ്റ് ടാക്സ് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. സോ നെക്സ്റ്റ് ടൈം ആരോഗ്യചേച്ചിൻ്റെ ചെയ്തപ്പോൾ ഞാൻ ടെക്നിക്കലി കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കി. ആൻഡ് സ്റ്റിൽ ഇതേപോലൊക്കെ അറിയണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ ആക്ച്വലി കുറേ ആൾക്കാർ ഇതുപോലെ ഇൻ്ററാക്റ്റിൻ്റെ ടൈം വന്നപ്പോൾ കുറേ ആൾക്കാർക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ടൊരു മടി ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് ഹാക്കത്തോൺ ഇന്ററാക്ടിൻ്റെ ഉള്ളൊരു എക്സ്പീരിയൻസും അവിടെ പോയി കഴിഞ്ഞാൽ നല്ലതാണ്, ഗുമണോളിയും കൂടെ ആയതുകൊണ്ട് ഒരു സേഫ് സ്പേസ് ആണെന്നൊക്കെ പറഞ്ഞെടുത്തപ്പോൾ മേ ബി കുറച്ചും കൂടി ആൾക്കാർക്ക് നന്നായിട്ട്. ജനറൽ ഔട്ട്റീച്ച് എങ്ങനെയാണ് ക്യാമ്പസിൽ നടക്കുന്നത്? ഹൗ ഡു യു എൻഷുർ ദാറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 participants in one specific activity is a huge number as compared to the average number of kids who attended TinkerHub or useless for that matter across ബാക്കി എല്ലാ ക്യാമ്പസും. So what is the outreach strategy that helps you ensure it's being wise? മെയിൻലി പോസ്റ്റേഴ്സ് ആണ്. പോസ്റ്റേഴ്സ് ആൻഡ് റീൽസിൽ ആക്ച്വലി നമുക്ക് ഒരു വോളണ്ടിയർ ഉണ്ട്, ഐശ്വര്യ ഹർക്കേർ. ഷീ ഈസ് ഡൂയിങ് ഓൾ വീഡിയോസ്. അല്ലാതെ മെയിൻലി പോസ്റ്റേഴ്സ് വഴിയാണ് കവർ ചെയ്യുന്നത്. ദെൻ ഇത് പോസ്റ്റേഴ്സ് കണ്ടിട്ട് കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ച് വരും ഈ സെഷൻ എന്താണ്, ഇതിനെന്താ പറ്റി പറയുന്നതെന്നുള്ളത്. സോ നമ്മളിപ്പോൾ മെൻറ്റേഴ്സ് ഇപ്പം നമ്മുടെ ക്യാമ്പസിൽ തന്നെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർ എന്ത് ടോപ്പിക്കാണ് എടുക്കുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞു വെച്ചിട്ട് സോ ദാറ്റ് ഇനി വന്ന് ചോദിക്കേണ്ടത് എന്താ പഠിപ്പിക്കുന്നതെന്നുള്ളതും ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റൻ ആയിട്ട് ആയിരിക്കും ചോദിക്കുന്നുണ്ട്, ബട്ട് ഐ വോണ്ട് ഓൾ ഓഫ് യു ടു കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്. ഞാൻ ഇൻഡിവിജ്വലി ആരോടും സ്പെസിഫിക്കലി ചോദിക്കേണ്ടാവില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പെർസ്പെക്റ്റീവിൽ വാട്ട് ഇസ് a community? നിങ്ങളുടെ ക്യാമ്പസ് ചാപ്റ്റർ, ഇഫ് യു ബിലീവ് യു ഹവ് ബിൽഡ് എ കമ്മ്യൂണിറ്റി, വാട്ട് വെർ യു പ്ലാനിങ് ടു ബിൽഡ്? എന്താണ്, ഹൗ ഡിഡ് യു വാണ്ട് ഇറ്റ് ടു ലുക്ക് ലൈക്ക്? മേ ബി ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരിക്കും ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സംസാരിക്കാൻ പറ്റണം. ഈവൻ ഒരിക്കലും ഒരു ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റണം, കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം, ലോകത്തെ പറ്റി സംസാരിക്കാൻ പറ്റണം, കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം. അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. എനിക്കൊന്നും എൻ്റെ കോർ ടീമിനും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു പോയിന്റ് ഓഫ് വ്യൂല് ക്യാമ്പസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഞാനിപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ടോട്ടൽ 13 പേരുടെ ടീമാണ്, 14 പേരുടെ ടീമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് ഈ 14 പേർക്കും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് പോലെ പോകാൻ പറ്റണം എന്നാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്നും അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പം നമ്മളൊരു ആക്ടിവിറ്റി ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ്ലി വരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം അസ്. ലൈക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഐ തിങ്ക് നമ്മളത് ലൈക്ക് കമ്മ്യൂണിറ്റി ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തെന്ന് വെച്ചാൽ അത് ഇല്ലയെന്ന് തന്നെ പറയണം. ബട്ട് നമ്മളതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ഫോർ ദ ഫർദർ ലൈക്ക് നെക്സ്റ്റ് നമ്മുടെ ടെന്യൂർ ഇപ്പോൾ കഴിയും. അപ്പോൾ അടുത്ത കോർ ടീം വരുമ്പോൾ അവർക്കൊരു കുറച്ചുകൂടെ ഒരു ബേസ് ഇട്ട് കൊടുത്തു. അവർ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന അവർക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മളും കൊടുക്കും. സോ ആ ഒരു രീതിയിൽ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ഒന്ന് ഗ്രോ ചെയ്യണം. നമ്മളിലേക്ക് ആ ഒരു വിഷൻ പറഞ്ഞ പോലെയൊക്കെ എല്ലാവരും തമ്മിൽ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. അതാണ് നമ്മുടെയും ഒരു ഐഡിയൽ കമ്മ്യൂണിറ്റി. അതുപോലെ നമുക്ക് നമ്മുടെ കുറേ ഫ്രണ്ട്സിന് പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റി. ഇപ്പോൾ ഈ ആൾക്കാർ പറഞ്ഞ പോലെ നമ്മൾ ഈ മെൻറ്റേഴ്സിൻ്റെ കേസ് എന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ പലർക്കും കുറച്ച് പേടിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു സെഷനൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. പക്ഷെ നമുക്ക് കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാൻ പറ്റി. അപ്പോൾ പിന്നെ അവർക്കും കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് തോന്നി. അതല്ല, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മിഷൻ ലേണിങ്ങിൻ്റെ ഒരു സെഷൻ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഇങ്ങോട്ട് ഒന്ന് ചോദിക്കുകയാണ്, നമ്മൾ ചെയ്തോട്ടെ. അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ. പേടിയില്ല, ലൈക്ക് നമ്മൾ ഇനി എടുത്താൽ അത് ആ ഒരു അപ് ടു സ്റ്റാൻഡേർഡ് എത്തൂലേ, അങ്ങനെ ആർക്കും ടെൻഷൻ ഇല്ല. അവർക്ക് സ്പേസ് ഉണ്ട് അവിടെ. അതാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ കോളേജിൽ എന്ത് ഇവൻ്റ് ഉണ്ടെങ്കിലും ഓക്കെ സംതിങ് ന്യൂ ടു ലേൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യും. പക്ഷേ ടിങ്കർ ഹബിൻ്റെ ഏത് ഇവൻറ്റ് ഓഫ്ലൈനായിട്ട് നടത്തിയതായാലും
നമ്മൾ അവിടെ പോയി ഇതിൻ്റെ ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഉടനെ എണീച്ച് പോകത്തില്ല. വി ഡിസ്കസ് അബൌട്ട് ഇറ്റ്. അതിൻ്റെ ഫീഡ്ബാക്സ് ആയാലും അപ്പോൾ അവിടെ വെച്ച് ചോദിച്ചിട്ട് നമ്മൾ ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. ഇപ്പോൾ കുറച്ച് ഫസ്റ്റ് ഇയേഴ്സ് എൻ്റെ കൂടെ ടിങ്കർ ഡേ ട്രിവാൻഡ്രത്ത് അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ടിങ്കർ ഹബ്ബ് കുറച്ചും കൂടെ വൈബുണ്ട്. ഇപ്പം ഞാൻ കയറിയ സമയത്ത് തന്നെ ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു, ദിസ് ഈസ് എ കമ്മ്യൂണിറ്റി നോട്ട് എ ക്ലബ്. അപ്പോൾ ഞാൻ ആ ഒരു ഇൻഫർമേഷൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ പാസ് ചെയ്യുന്നത്, ദിസ് ഈസ് എ കമ്മ്യൂണിറ്റി ക്ലബ്ബല്ല എന്ന് പറഞ്ഞിട്ട്. എന്താണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ സോഫാർ കമ്മ്യൂണിറ്റി റൺ ചെയ്തപ്പോൾ എന്ത് ചാലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്തത് ആസ് എ ഹോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ? എനിക്ക് തോന്നുന്നു ജീസർലി മസാൽ കുട്ടികൾ വരുത്താറ് ആദ്യം പാടായിരുന്നു. കാരണം നമുക്ക് ആക്ടിവിറ്റി പോയിന്റ്സിൻ്റെ ഒരു വിഷയമുണ്ട്. ആൻഡ് കുട്ടികൾ ചോദിക്കുന്നതിന് ഒരു പ്രശ്നമാണ്, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും, ബട്ട് അതിന് ആക്ടിവിറ്റി പോയിന്റ്സ് ഇല്ല, സോ ഐ ഷുഡ്. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു ലേണിംഗ് സ്റ്റേഷൻസ് തുടങ്ങിയപ്പോൾ ഐ ഗോട്ട് എ വെരി ഗുഡ് ഫീഡ്ബാക്ക് ഫ്രം ഫസ്റ്റ് ഇയർ എൻ്റെ കുട്ടി പറഞ്ഞു, ആദ്യം അതിൻ്റെ പറഞ്ഞത് നമുക്ക് വൺ ടൈം ഇവൻ്റ് അല്ല നിങ്ങൾ അത് നടത്തേണ്ടത്. വിന്റർ ക്യാമ്പിന് മുന്നേ നമ്മൾ ആക്ച്വലി വൺ ടൈം ഇവൻറ്റ്സ് ആയിട്ട് നടത്തിയിരുന്നു. പക്ഷെ അത് ആക്ച്വലി പിള്ളേർ അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു, ആൻഡ് അതിനൊരു ഔട്ട്കം ആൾക്ക് കിട്ടുന്നില്ല. ബട്ട് ലേണിംഗ് സ്റ്റേഷൻസ് നമ്മൾ വിന്റർ ക്യാമ്പിന് ശേഷം തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് റിയലി ഗുഡ്. ഒരാൾക്ക് ഞാൻ പറഞ്ഞു, മേ ബി അതിന് ശേഷമാണ് കുറച്ചും കൂടെ ടിങ്കറാപ്പായിട്ട് അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് ഇവൻ്റെ ആക്ടിവിറ്റി പോയിന്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ പഠിക്കണം എന്ന സാഹചര്യത്തിൽ കുറച്ചും കൂടെ ആൾക്കാർ വരാൻ തുടങ്ങിയത്. സോ ആ ഒരു ചലഞ്ച് കുട്ടികൾ വരുന്നതിൻ്റെ ചലഞ്ച് എനിക്ക് തോന്നുന്നു അതൊരു തുടങ്ങി. അതിനുശേഷം പിന്നെ എനിക്ക് നമുക്ക് അധികം ആൾക്കാർ ഒന്നും പറയേണ്ടി പോലും വന്നിട്ടില്ല, ജസ്റ്റ് പറയുന്നു, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു. നമുക്ക് വേറൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ, ലൈക്ക് നമുക്ക് ക്ലാസ് അവേഴ്സിൽ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലാസ് അവേഴ്സ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. ആൻഡ് നമ്മൾ മാക്സിമം ഓഫ്ലൈൻ നോക്കും. ഇപ്പോൾ ഈ ഫ്രൈഡേ ലഞ്ച് ബ്രേക്സ്, ലോങ് ലഞ്ച് ബ്രേക്സ്, അപ്പം ആ സമയത്ത് 1 hour എടുത്ത് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ആഫ്റ്റർ ക്ലാസ് അവേഴ്സ് ആണെങ്കിലും ദൂരം നിന്നുള്ള കുട്ടികൾക്ക് അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നു. ഓഫ്ലൈൻ ആണ് എഫക്റ്റീവ് എങ്കിലും നമുക്ക് കുറേ കൂടെ ഓൺലൈനിൽ നടത്തേണ്ടി വന്നു. ആ ഒരു ചാലഞ്ച് ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. ലൈക്ക് അല്ല, ഇൻ ജനറൽ ആക്ടിവിറ്റി പോയിന്റ്സിനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇൻ ജനറൽ വി ഡോണ്ട് സപ്പോർട്ട് ഗിവിംഗ് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ പീപ്പിൾ ഹു ആർ വാച്ചിങ്, ഞങ്ങളുടെ ഒരു ഐഡിയോളജി സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു പാർട്ടിസിപ്പേറ്റ്, ബിക്കോസ് അതുകൊണ്ട് നിങ്ങൾക്ക് ആകെ ആഡ് ആവുന്നത് മേ ബി ആക്ടിവിറ്റി പോയിന്റ്സ് ആയിരിക്കാം. ഇൻസെന്റീവ് ഇസ് വെരി ഡിഫറെന്റ്. പഠിക്കാൻ വരുന്ന ആൾക്കാരും വേഴ്സസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുന്ന ആൾക്കാരുടെയും വി സീ ദം ഡിഫറെന്റ്ലി. ബട്ട് ആ ഐഡിയോളജി മേ ബി ക്യാമ്പസിലെ പിള്ളേർക്ക് വർക്ക് ആവണമെന്നില്ല, ബിക്കോസ് ഒബിയസ്ലി ആക്ടിവിറ്റി പോയിന്റ്സ് ഉണ്ടായാലേ നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റുള്ളൂ. ഗ്രാജുവേഷൻ ഓൾസോ ക്യാമ്പസിലെ പിള്ളേർക്ക് മാത്രമല്ല, നമ്മുടെ ഫാക്കൽറ്റീസിന് അത് പറയുമ്പോൾ ലൈക്ക് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു ഡൗട്ട് എടുക്കും. ഈവൻ ടിങ്കറാക്കിനാണെങ്കിൽ പോലും എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ ചോദിക്കുന്നുണ്ട്. അപ്പം അതൊരു ആദ്യമൊക്കെ നല്ലൊരു പ്രശ്നമായിരുന്നു. എനിക്കൊന്നും ആദ്യമല്ല, ഈ ഒരു ഇത്രയും വർഷമായപ്പോൾ എല്ലാവരും ഈ പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ പുതിയ ആൾക്കാരാണല്ലോ, അപ്പം വരുന്ന ആൾക്കാരോടെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, സർട്ടിഫിക്കറ്റ്സ് തരില്ല, നമുക്ക് ആക്ച്വലി അത് നമ്മുടെ പരിപാടിയല്ല, എന്നാലും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അവർ പറഞ്ഞ. പക്ഷെ ഐ ഗസ് ഇപ്പൊ ആക്ച്വലി നമ്മുടെ ക്യാമ്പസിൽ ഭയങ്കര കുറവാണ്. അങ്ങനെ ഈ ആക്ടിവിറ്റി പോയിന്റ്സ് ആൻഡ് സർട്ടിഫിക്കേഷന് വേണ്ടി വരുന്നവർ കുറവാണ്. നമ്മൾ ആദ്യമേ നമ്മൾ അതിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമുക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മൾ ക്യാമ്പസ് ഓരോ ക്ലാസ് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലേണിംഗ് ആക്ടിവിറ്റിയുടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും വരണം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ആക്ച്വലി വിന്റർ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറി. നമുക്ക് എല്ലാവരും വരണം എന്നുള്ള രീതിയിൽ മാറിയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ വന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് നമ്മളായി. ആൻഡ് നമ്മൾ ക്ലാസ് പോകുമ്പോൾ എല്ലാവരുടെ അടുത്തും പറയും, അറ്റൻഡൻസ് ഇല്ല, സർട്ടിഫിക്കറ്റ്സ് ഇല്ല, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വരണം, ആ ഒരു രീതിയിൽ നമ്മൾ പറയാൻ കഴിയും. ആൻഡ് ഇപ്പോൾ അങ്ങനെയുള്ളവരേ വരുന്നുള്ളൂ. എല്ലാ ലേണിംഗ് ആക്ടിവിറ്റീസിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ മാത്രമാണ് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചാലഞ്ചസിനെ പറ്റി പറയുന്നുണ്ടാണ്. ചില ക്യാമ്പസിൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട് ടു കൺവിൻസ് ഫാക്കൽറ്റി, ബിക്കോസ് ടിങ്കർഹബ് കുറേയൊക്കെ നമ്മൾ ബൈബിൾ ഓടിക്കുന്നത് തന്നെ പേര് ഇപ്പം യൂസ്ലെസ് പ്രൊജക്ട് ഫോർ ദാറ്റ് മാറ്റർ ഫാക്കൽറ്റീസിന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. You faced any issues around permissions or അങ്ങനെ hindrance from your faculty and administration so far? ഇപ്പം എൻ്റെ ഫാക്കൽറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ഫാക്കൽറ്റി ഭയങ്കര പ്യൂറാണ്. എനിക്ക് ആ സൈഡിൽ നിന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആൾക്ക് ആക്ച്വലി അറിയാം ടിങ്കർഹബ് ഇങ്ങനെയാണ്, ടിങ്കർഹബിൻ്റെ ഒരു വൈബ് ഇങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ ലൈക്ക് ആൾക്കൊരു പ്രഷർ ഉണ്ടല്ലോ, അപ്പം അതൊരു ചെറിയ വിഷയമാണ്. ലൈക്ക് അതോറിറ്റീസിൻ്റെ സൈഡിൽ നിന്ന് ചില കാര്യങ്ങൾ ഇപ്പം ഈവൻ നമുക്ക് ബോയ്സ് മെൻറ്റേഴ്സ് ആയിട്ട് വരുന്നതിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. പക്ഷെ ആക്ച്വലി അത് നമ്മൾ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തു. ലാസ്റ്റ് മൊമെന്റ് ആണെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മെന്റേഴ്സിന്റെ എണ്ണം കുറവാണ്, അപ്പൊ നമുക്ക് ആവശ്യമാണ് എന്ന് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നങ്ങളൊന്നും അത് സോർട്ട് ഔട്ടായി. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ഇന്ന് കുറച്ച് സംസാരിച്ച് നമുക്ക് ശരിക്കും ആവശ്യമാണ് നമ്മൾ തോന്നിപ്പിച്ച് കഴിയുമ്പോൾ അവർ ഓക്കെ.
അറ്റ് ദ ബിഗിനിങ് ലൈക്ക് ഫാക്ട്നിക്സ് അത്തോർ മെയിൻ ലൈക്ക് ആൾക്കാർക്ക് അവർക്കൊന്നും അത്ര ഫെമിലിയർ ആയിരുന്നില്ല ടിങ്കർഹബ്. പക്ഷെ ഇപ്പം നമ്മൾ ആഴ്ചയ്ക്ക് പരിപാടി നടത്തുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം ടിങ്കർഹബാണ്, ടിങ്കർഹബിൻ്റെ പരിപാടിയാണ് ഇപ്പം. സോ അതിപ്പം എല്ലാവർക്കും അറിയാം ഇവരിങ്ങനെയാണ്, ഈ പരിപാടി ഇങ്ങനെയാണെന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല ഇപ്പം. ഗോയിങ് ഫോർവേഡ് നിങ്ങൾ കളക്റ്റീവായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ ആക്ച്വലി ഇനി ലേണിംഗ് സ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഷിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റിൻ്റെ ഒരെണ്ണം കൂടെ നടത്തണുണ്ട്. അപ്പം അത് ഞങ്ങൾ ഓൾറെഡി ജാനുവരിയിൽ നടത്താനിരുന്നതായിരുന്നു. ബട്ട് ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ലീവൊക്കെ വന്നപ്പം പുഷ് ചെയ്ത് പോയി. സോ ഷിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് നടത്തണം. ആൻഡ് പിന്നെ ഓപ്പൺ മൈക്കിൻ്റെ 2-3 സെഷൻസ് നടത്തണം എന്നുണ്ട്. ആൻഡ് മേക്കർ സ്റ്റോറീസ് കുറച്ചുകൂടെ ചെയ്യണം. സോ അതൊക്കെയാണ് മെയിൻ പ്ലാൻ. പിന്നെ അതിന് മുമ്പ് ലൈക്ക് എല്ലാവരും ഒന്ന് വിളിച്ചൊന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്. മൊത്തത്തിൽ ലൈക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചു എന്ന് ക്യാമ്പസിലൊന്ന് അറിയാനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടില്ല. ഇങ്ങനൊരു പ്ലാനും നോക്കും. കുട്ടി മേക്കേഴ്സും പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിയോണ്ട് ദ ബ്ലൂ പ്രിന്റ് ടിങ്കർഹബ് ഫൗണ്ടേഷൻ ആക്ച്വലി പ്രസന്റ് ചെയ്ത ഒരു സ്റ്റഡി ജാം ആണ്. അത് എക്സ്ക്ലൂസീവ്ലി ക്യാമ്പസ് കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ടീമിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിനകത്ത് 5 to 6 സെഷൻസ് ആണ് ആ സ്റ്റഡി ജാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വി പാർട്ട്നർഡ് വിത്ത് ദ സെക്കൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിനകത്ത് അരുണ ആൻഡ് ഗൗതം എന്ന് പറയുന്ന 2 ഫൗണ്ടേഴ്സാണ്. ദേ ആർ ദ ഫൗണ്ടേഴ്സ് ആൻഡ് ക്യൂറേറ്റേഴ്സ് ഓഫ് ദി സെഷൻ. സോ ക്യാമ്പിന് അതിൻ്റെ ഷിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന സെഷൻ ആക്ച്വലി എൻ്റെ ക്യാമ്പസ് ലീഡർഷിപ്പ് ടീമിന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഷിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ് ബേസിക്കലി എങ്ങനെ ഒരു സാധനം ഫ്രം സ്ക്രാച്ച് build ചെയ്യാം without hesitation. Maybe the first draft will be shitty, but going forward you can make it better, but put out the shitty first draft anyway. So how is your experience being engaged within our specific beyond the blueprint? നിങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് going through that? ആക്ച്വലി ഇത് എന്താണെന്നുള്ള ഐഡിയ നമുക്ക് വന്നിരിക്കുന്നില്ലായിരുന്നു. ലൈക്ക് നമ്മൾ ഓർക്കുന്നുണ്ട് എന്താണ് പ്ലാൻ ചെയ്ത് വരുന്നത്. പിന്നെ ലൈക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ നമുക്ക് ആക്ച്വലി ഒരു ഐഡിയ കൊണ്ടുവന്ന് തരുവാണ്. എങ്ങനെയാണ് ഒരു സംഭവം ബിൽഡ് ചെയ്ത് തുടങ്ങണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കൊണ്ട് തരുവാണ്. അതാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ അവിടെ ഇരുന്ന് ലൈക്ക് ആദ്യമൊക്കെ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി നമുക്ക്. നമ്മളിങ്ങനെ എന്താണ് വരുന്നത്. പിന്നെ ആയപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയി. നമ്മൾ അവർ പറയുന്നതൊക്കെ എഴുതിയെടുത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ ക്യാമ്പസിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ടിങ്കറൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. കാര്യം എല്ലാവർക്കും ഒരു ഐഡിയ കുറവുണ്ട്. ഇവൻ നമുക്ക് പോലും ഉണ്ട്. അപ്പൊ ലൈക്ക് അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സാധനം ഇനി ഉണ്ട്. നിങ്ങൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പല ഐഡിയാസും പകുതിക്ക് വെച്ച് നിന്ന് പോകുന്നത് ഈ ഒരു കേസ് കൊണ്ടാണ്. അവർക്ക് എങ്ങനെ ഇത് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളും പെട്ടെന്ന് ഒരു ക്യാമ്പസിൽ ഇപ്പം സെറ്റ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് കോർഡിനേറ്ററും അൽക്കല്ലേ ലേണിംഗ് കോർഡിനേറ്റർ ആണത്. എനിക്ക് തോന്നുന്നു in previous years, I think 2 years back, LBS was known to us because obviously it's a women only campus chapter. കഴിഞ്ഞ വർഷം വരെ it was only women's college. But given the same അക്സയുടെ പോഡ്കാസ്റ്റിൽ we mentioned this because Saturday Hacknight നടക്കുന്ന ടൈമിൽ during one night അക്സ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അക്സ അവർ ലാസ്റ്റ് ഇയർക്ക് ലീഡാണ് അവിടുത്തെ couple of photos from your hostel hack night അയച്ചു തരുന്നത്. അതിനുശേഷമാണ് അക്സ got into Saturday. So hostel hack night എന്ന ഒരു കോൺസെപ്റ്റ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് വാസ് അറ്റ് LBS because they can't travel to another place or even use എന്താ പറയുക LBSന്റെ ക്യാമ്പസ് ആക്ച്വലി നിങ്ങൾക്ക് ഇത്ര ടൈമിന് ശേഷം യൂസ് ചെയ്യാൻ പാടില്ല. അതിന് നിങ്ങൾ കണ്ടുപിടിച്ച ഹാക്കാണ് സാറ്റർഡേ ഹാക്ക് നൈറ്റ്. ഇസ് ഇറ്റ് സ്റ്റിൽ ഹാപ്പനിങ് ഔട്ട് ദെയർ? ഹോസ്റ്റൽസിൽ നിങ്ങൾ ഇപ്പോഴും ലേണിംഗ് പ്രോഗ്രാംസ് നടത്താറുണ്ടോ? ഇല്ല, നിലവിൽ ഇപ്പം അങ്ങനെ നടക്കാറില്ല. നിങ്ങൾ ക്യാമ്പസിനകത്ത് തന്നെ ആക്ച്വലി നടത്താൻ ഇപ്പം പ്രശ്നമൊന്നുമില്ല അങ്ങനെയാണ്? ഇപ്പം ആക്ച്വലി കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പം തിങ്കർ ഹാക്ക് ആണെങ്കിലും റൂൾസ്ലെസ് പ്രൊജക്റ്റ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് കോളേജിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാം നടത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം ഐ ഡോണ്ട് തിങ്ക് ഹോസ്റ്റലിലിട്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇൻ ജനറൽ പാറ്റേൺ ഇസ് മോർ ലൈക്ക് റെപ്പറ്റീവ് ആയിട്ട് ഒരേ സെഷൻ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് എടുക്കുന്നുണ്ട്. അത് ആൾക്കാർക്ക് കുറച്ചും കൂടെ സ്റ്റുഡൻസിന് കുറച്ചും കൂടെ തറവാക്കാൻ വേണ്ടിയിട്ട് ദാറ്റ്സ് എ പാറ്റേൺ ദാറ്റ് യു ഫോളോ. ഓക്കെ, സോ ആസ് എ 4 team നിങ്ങളുടെ how do you build a community എന്ന question is out there for all of you to answer. For any of the other campus chapter that is looking at you, അവർക്കൊരു പുതിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എങ്കിൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക? ചിരിക്കാൻ അത് തന്നെയാണ് ബിൽഡായി വന്നത്. എങ്ങനെയൊക്കെയോ വന്നത് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആസ് എ ഫോർ എനി അതർ ക്യാമ്പസ് ചാപ്റ്റർ where they lack a community. ഞാൻ നേരത്തെ പറഞ്ഞു 2 pillars. ഒന്ന് കമ്മ്യൂണിറ്റിയും ലേണിംഗ് പാർട്ട് they might be able to crack കുറച്ചുകൂടെ, but building a community requires a lot more effort.
For me personally, I think one or more people അതിൻ്റെ ഒരു സെന്ററിൽ നിന്ന് മോണിറ്റർ ചെയ്ത കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുത്താലാണ് അത് ബിൽഡ് ചെയ്ത് വരിക, അറ്റ്ലീസ്റ്റ് ഫ്രം മൈ പെർസ്പെക്റ്റീവ് ഓർ എൻ്റെ വേ ഓഫ് ആക്ഷൻ. ബട്ട് ഐ എം നോട്ട് ഷുർ ഇഫ് ഇറ്റ്സ് ദ സെയിം ഫോർ യു. ഇസ് ദർ എ പ്ലേ ബുക്ക് എന്നുള്ളത് നമുക്ക് അറിയില്ല. ബട്ട് ഫോർ എനി ഓഫ് ദി അതർ കോളേജ് ഹു മേ ബി വോണ്ട് ടു സ്റ്റാർട്ട് എനി കമ്മ്യൂണിറ്റി, TinkerHub ആവണമെന്നില്ല, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഫോർ ദം ഓൺ ഹൗ ടു ബിൽഡ് എ കമ്മ്യൂണിറ്റി, എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്? സോ എനിക്ക് തോന്നുന്നത് ഒരു കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ അതിൻ്റെ കോർ ടീം സ്ട്രോങ് ആയിരിക്കണം. സോ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ലൈക്ക് നമ്മൾ ഇറ്റ്സ് ലൈക്ക് പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയത്തില്ല, ബട്ട് നമ്മുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങളും കുറേ നമ്മുടെ ഡിഫറൻസസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളതൊക്കെ ഒരു ഒറ്റ ഗോളിന് വേണ്ടി നമ്മുടെ ആ ഒരു ഡിഫറൻസ് ഒക്കെ മാറ്റി വെച്ച് നമ്മൾ അങ്ങനെ നിൽക്കണം. അപ്പം ഐ തിങ്ക് കോർ ടീം സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും ഒരു ഗോളാണ് കമ്മ്യൂണിറ്റി കൊണ്ടുവരണം. അതിൽ ഒരാളെങ്കിലും മാറിപ്പോയാൽ അത് ലൈക്ക് ആ ഒരു സംഭവം, ആ ഗോൾ തന്നെ തകർന്നു പോകുന്നുണ്ട്. ഐ തിങ്ക് അതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ വരുന്നത്. അങ്ങനെയാണ് എനിക്ക് വേറെ എന്തെങ്കിലും എത്താം. ആക്ച്വലി നമ്മളിവിടെ സൈമപ്സും കഴിഞ്ഞിട്ട് പോയപ്പോൾ നമുക്ക് ആക്ച്വലി അവിടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. നമ്മുടെ അവിടെ ഒരു ലേണിംഗ് കൾച്ചർ അത് ഭയങ്കര കുറവാണ്. കുറേ ആൾക്കാർ ഒരുമിച്ചിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. നമ്മളെല്ലാ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടിങ്കർ സ്പേസിൽ വന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഐഡിയ ഉണ്ടാക്കി ആ ഐഡിയ ബിൽഡ് ചെയ്യണം ആ ഒരു. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. ഇനി നമ്മുടെ ഇവിടെ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ 14 ആകുമ്പോൾ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകാൻ നോക്കും, അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ ഇന്ന കാര്യം അവിടെ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം, അങ്ങനെ പറയുന്ന ഒരു ഇത് അവിടെ കൊണ്ടുവരാൻ നമുക്ക് ഭയങ്കര പാടായിരുന്നു. നമ്മൾ ആക്ച്വലി ട്രൈ ചെയ്തത്, അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മളന്ന് ചായമുക്സ് കഴിഞ്ഞിട്ട് പോയപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു മിഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ലേണിംഗ് കൾച്ചർ അവിടെ കൊണ്ടുവരണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരണം എന്നത്. ആൻഡ് നമ്മളതിനു വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ പാർട്ടാണ് ഐക്യയുടെ ലേണിംഗ് സ്റ്റേഷൻസ്. അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ആൻഡ് അതുവഴിയാണ് അവിടെ ആക്ച്വലി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ അടുത്ത് അവരിങ്ങനെ അപ്രോച്ച് ചെയ്യാൻ, ഇന്ന കാര്യം എനിക്കറിയാം, ഞാൻ പഠിപ്പിക്കട്ടെ, അത് കുറച്ച് ആൾക്കാർക്ക് ഞാൻ എടുത്തു വെക്കാം, ആ ഒരു രീതിയിൽ അവർ തന്നെ വരാൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇപ്പം ആ ഒരു കമ്മ്യൂണിറ്റി ഓഫ്ലൈൻ ആയിട്ടുള്ളത് കുറവാണ്. ബട്ട് സ്റ്റിൽ ആൾക്കാരിങ്ങനെ കുറേ ആൾക്കാരെങ്കിലും ഈ ലേണിംഗ് സ്റ്റേഷൻസ് വഴി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ആൻഡ് ഒരു ലേണിംഗ് കൾച്ചർ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഐ ഗെസ് ആ ഒരു രീതിയിലാണ് ഇപ്പം അവിടെ കമ്മ്യൂണിറ്റി പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എല്ലാവരോടും സംസാരിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഇയേഴ്സിൻ്റെ അടുത്ത് നല്ലപോലെ സംസാരിക്കുക. അവരുടെ അടുത്ത് നിന്നിട്ട് എന്താ അവർ ചിലർക്ക് ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യും, എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പം അങ്ങോട്ട് എന്നിട്ട് ചോദിക്കുക, ലൈക്ക് അപ്പോൾ നമ്മൾ കുറച്ച് ചോദിച്ച് കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറയും, നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറയും. എനിക്കൊന്ന് മെയിനായിട്ടും കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതിൽ നോക്കുമ്പോൾ സംസാരിക്കുക, ആൾക്കാരുമായിട്ട് നല്ലപോലെ ആക്റ്റീവായിട്ട് നിൽക്കുക. അപ്പം ലൈക്ക് അവർ നമ്മളെ ഇവൻറ്റ്സിനൊക്കെ വിളിക്കാൻ തുടങ്ങും. ഞാൻ ഒരു ഹാക്കത്തോണ് പോകുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിൽ വരുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരു കാര്യം നോക്കും. Since learning station happened after winter camp, just out of curiosity, what changed winter camp station? വിന്റർ ക്യാമ്പിന് മുമ്പ് ഈ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ലൈക്ക് എനിക്കിങ്ങനെ പിയർ ഗ്രൂപ്പ് തുടങ്ങണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്താണ്. പക്ഷേ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ തുടങ്ങുക എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് വിന്റർ ക്യാമ്പിന് വന്നപ്പം കുറേ ക്യാമ്പസസിൻ്റെ ആൾക്കാരെ മീറ്റ് ചെയ്തു, അവരുടെ സ്റ്റോറീസ് കേട്ടു. നമ്മൾ ആ കൗൺസിൽ മീറ്റ് തന്നെ ഇരുന്നപ്പോഴത്തേനും ഒരുപാട് ക്യാമ്പസ് സ്റ്റോറീസ് കേട്ടു. അപ്പം നമ്മളൊക്കെ ആലോചിച്ചു, നമ്മളൊന്നും ചെയ്യുന്ന ഒന്നും അല്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ലൈക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് തുടങ്ങണം, പോയ ഉടനെ തന്നെ ലേണിംഗ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ ആ ഒരു എന്താ എനർജിയിലാണ് നമ്മൾ ലേണിംഗ് സ്റ്റേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണേലും അത് തുടങ്ങാന്നുള്ള രീതിയിൽ. നിങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വലി എന്തിനാണ് TinkerHubൽ അപ്ലൈ ചെയ്തത്? ബിക്കോസ് നെക്സ്റ്റ് ഇയറിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്. ആൻഡ് whom would you suggest TinkerHubൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി? ഞാൻ ആക്ച്വലി എന്നാരും സജസ്റ്റ് ചെയ്തിട്ടില്ല, സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തത്. ഞാൻ TinkerHubന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു TinkerHubന്റെ മെയിൻ ഇവന്റ് എന്ന് വെച്ചാൽ അതായിരുന്നു, TinkerHub. അപ്പം അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴാണെങ്കിൽ അവിടുത്തെ മെന്റേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഒരു ഫ്രീ സ്പേസ് ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ആണെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് ഈ കമ്മ്യൂണിറ്റീനെ പറ്റുന്ന അങ്ങനെ അറിഞ്ഞൂടാ, ഒരു ക്ലബിന്റെ ക്യാമ്പസ് ലീഡർ എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ അപ്പം ഞാൻ ചിന്തിക്കുന്നതായിരുന്നു വെച്ചാൽ മെയിനായിട്ട് കുറേ ആൾക്കാരെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ഒരു ഐഡിയ അങ്ങനെയായിരുന്നു. പിന്നെ ലൈക്ക് ഫസ്റ്റത്തെ സെലക്ഷൻ ക്യാമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങി. മെയിനായിട്ടും ഒരു ക്യാമ്പസ് എൻ്റെ കയ്യിൽ തന്നു, സോ അത് എനിക്ക് സെറ്റാക്കി എടുക്കണം എന്നുള്ളൊരു പക്ഷെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ആക്ച്വലി.
സെക്കൻഡ് ഇയർ ആണെങ്കിലും പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ക്യാമ്പസിൽ ഇപ്പോഴും ലൈക്ക് എന്നിപ്പം എൻ്റെ ഇപ്പൊ അക്സ ചേച്ചി ആയാലും കീർത്തന ചേച്ചിയൊക്കെ ആയാലും ഇപ്പോഴും എനിക്ക് ലൈക്ക് അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാൻ എന്തിനു വിളിച്ചാലും ഇവൻ ഇങ്ങോട്ട് ഒന്ന് ചോദിക്കും. അപ്പം അവരൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് ആണ്, അവരൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. ആരെയാണ് നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുക ഫോർ ഒരു ലീഡിന്റെ റോൾ? സെക്കൻഡ് ഇയേഴ്സ് ആൻഡ് തേർഡ് ഇയേഴ്സ് അങ്ങനെ പേഴ്സൺ ഒരു ക്യാമ്പസ് ലീഡ് എന്ന് പറയുമ്പം ലൈക്ക് ഷീ ഷുഡ് ബി ഏബിൾ ടു ലൈക്ക് ഹാൻഡിൽ ദ കോർ ടീം. നമ്മൾ ആ ഒരു കോർ ടീം ചിലപ്പം പല 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 ആൾക്കാരായിരിക്കും, പല പല മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം ആൻഡ് അവർക്കെല്ലാം ആ ഒരു ഐഡിയ കൊടുക്കണം. ദാറ്റ് ഈസ് ചിലപ്പം ക്യാമ്പസ് ലീഡിനാണ് ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, അവർക്കാണ് ഈ ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ വെൻ ഒരു കോർ ടീമിലൊരു ആൾ അപ്ലൈ ചെയ്യുമ്പം ആ വ്യക്തിക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല വാട്ട് ഈസ് TinkerHub ഐഡിയലി എന്താണെന്ന് അറിയണമെന്നില്ല. അപ്പം ഐ തിങ്ക് ഒരു ക്യാമ്പസ് ലീഡ് ഷുഡ് ബി ഏബിൾ ടു ലൈക്ക് ആ ഒരു കാര്യം കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഷീ ഷുഡ് ഹാവ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി. ലൈക്ക് ആ ഒരു സംഭവം ലൈക്ക് വേറെ ടെക്നോളജിക്കലി അറിയണം അങ്ങനെയൊന്നുമല്ല. ഷീ ഷുഡ് ബി ഏബിൾ ടു ലൈക്ക് ഹാൻഡിൽ ബാക്കി ആൾക്കാർ. സോ ഐ തിങ്ക് അതാണ് ഒരു പോയിന്റ്. ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും പാനിക് ആവും ഓഫ് കോഴ്സ്. അപ്പം ഒരു ലീഡ് പാനിക് ആയി കഴിഞ്ഞാൽ ഹോൾ സാധനത്തിൽ ഒരു ഷേക്കിംഗ് വരും. അപ്പം അത് സംഭവിക്കരുത്. ലൈക്ക് ആൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കാം എന്നുള്ള രീതിക്ക് നിൽക്കാൻ പറ്റും. ലക്ഷ്മി പാനിക്കായിട്ടേ ഇല്ല. ഞാൻ വരച്ചോണ്ടിരിക്കുന്ന പാനിക് ആകുമ്പോൾ ആൾക്കാർ എനിക്ക് റിയലൈസ് ഒരു ബേബി This is the last question for all of you. In one word, നിങ്ങളുടെ ക്യാമ്പസ് കമ്മ്യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ how will you all define it? ഒരാൾ പറയട്ടെ. If you can talk to each other and how will you define your campus community in a word? I think it's growing. കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ആൾക്കാർക്ക് മനസ്സിലായി വരുന്നുണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് മനസ്സിലായി വരുന്നുണ്ട്. എൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ നിൽക്കുവാണ്. പക്ഷെ നമ്മളത് ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് മാക്സിമം. ഇനിയിപ്പം അടുത്ത ആൾക്കാർ വരുമ്പോഴും അവരെ നമ്മൾ മാക്സിമം ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പിന്നെ ഒരിക്കലും ഒന്നും കംപ്ലീറ്റ് ആകില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നാണെങ്കിൽ ഐ ഹാവ് ടു അക്സെപ്റ്റ് സംതിങ്. ഞാനിപ്പോൾ മൾട്ടിപ്പിൾ ക്ലബിൻ്റെ മെമ്പേഴ്സാണ്, പക്ഷേ നമ്മളെ കോർ ടീം ഈസ് ഓൾവേസ് ആക്റ്റീവ്. ബാക്കിയുള്ളവർ ഞാൻ കണ്ടു വരുന്നത് ഒരു ഇവൻറ്റിന് ഒരു 1 week ബിഫോർ അവരെന്തെങ്കിലും ഡിസ്കസ് ചെയ്യും. ബട്ട് നമ്മളെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. അത് എന്നോട് തന്നെ കുറേ പേര് ഫസ്റ്റ് ഇയേഴ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, TinkerHub ഇസ് വെരി ആക്റ്റീവ്, റിയലി വെരി കൂൾ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ടിങ്കർ ഡേക്ക് പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായി ദാറ്റ് ഇതാണ് TinkerHub കമ്മ്യൂണിറ്റി എന്ന്. As core team members, നിങ്ങളുടെ എല്ലാവരുടെയും growth is also important. But has TinkerHub actually നിങ്ങളെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ആസ് പീപ്പിൾ? എന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നെ ചെയ്തു. ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കിട്ടി. ഇപ്പോൾ അക്സ ചേച്ചി ആണെങ്കിലും ചേച്ചിയുടെ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജൂൺ തുറന്ന സമയത്തൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇരിക്കുമായിരുന്നു. എൻ്റെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് BCI, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസസ്. അധികം അങ്ങനെ ആർക്കും അറിയത്തില്ല. ചേച്ചിയുടെ സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത് എന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കി. എൻ്റെ കേസിലാണെങ്കിലും കുറേ ആൾക്കാരെ പരിചയപ്പെട്ടത് ഇവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്നുണ്ട്. എനിക്കൊന്നും ഞാൻ ആക്ച്വലി ഇപ്പം TinkerHubൽ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് ഇത്രയും നോക്കില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. ലൈക്ക് ഓരോന്നും ഓരോ ആൾക്കാരെ കാണുമ്പോൾ ഓക്കെ എന്നുവെച്ചാൽ എല്ലാം എനിക്ക് പറ്റണമെന്നില്ല. അപ്പം ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്, ഇതെന്നെ കൊണ്ട് പറ്റൂല, ഓക്കെ ഇനി അടുത്ത നോക്കാം, അങ്ങനെ ഒരു വൈദ്യുതി നമുക്ക് പോകുന്നു. TinkerHub കാരണമാണ് ആക്ച്വലി ഞാൻ കൂടുതലായിരുന്നു ആദ്യമായിട്ട് ഒഴിഞ്ഞ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് TinkerHub കാരണമാണ്. ഫസ്റ്റ് TinkerHub 3.0 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഹാക്കത്തോൺ. TinkerHub ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഹാക്കത്തോൺ. അതിലാണ് ഞാൻ ആക്ച്വലി ടെക്നിക്കലായിട്ട് കുറച്ച് ടൈം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ബട്ട് ആ ഒരു ടൈമിൽ വലിയ സംഭവം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഞാൻ ഇപ്പോഴും മാപ്പിൽ ഞാൻ കളയാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നെ എനിക്ക് പറയുന്നത് അടിക്കാൻ പറ്റി. ആൻഡ് ഈവൻ ഔട്ട്റീച്ചിന് വന്നതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഫിഗ്മ ട്രൈ ഔട്ട് ചെയ്തത്. ഞാൻ അതിനെ ഫിഗ്മ ചെയ്തിട്ട് സോ ഫിഗ്മ പഠിച്ചു. ആൻഡ് ദെൻ ഈ TinkerHub 4.0 TinkerHub 4.0ലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് എനിക്കതിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റി ലാസ്റ്റ് ടൈം. ആക്ടിവിറ്റി ആക്ച്വലി ടോപ്പ് കിട്ടി അതുപോലെ എനിക്ക് നമ്മുടെ കോളേജിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർക്കെല്ലാം എവിടെയെങ്കിലും ഒക്കെ ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും ഇങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ ഇപ്പൊ TinkerHubന്റെ എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് വെക്കുമ്പോൾ ഇവൻ നമ്മളാണ് കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ മാക്സിമം ഇരുന്ന് കേൾക്കാൻ നോക്കാറുണ്ട്.
ചിലപ്പോ ഒന്നും പറ്റാറില്ല, എന്നാലും എല്ലാ ലേണിംഗ് സ്റ്റേഷൻസിലും ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്, നമ്മൾ ഇതിൽ കയറി നമ്മൾ ലേൺ ചെയ്യാറ്. അപ്പൊ അതാണ് the entire core team of LBS Institute of Technology for Women, the campus of the month. Until we come up with the next podcast with the next campus of the month, this is us signing off. Bye. Bye.